ഈ വയനാട് മുട്ടിൽ WOUP സ്കൂളിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയം 18 വിദ്യാർത്ഥികളെ കൈനാട്ടി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്കൂളിൽ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്താണ് അവിടെ നിന്നും തത്സമയം ചേരുന്നത്. സുർജിത്ത്, എന്താണ് ഭക്ഷ്യവിഷബാധ എന്ന സംശയമാണ്. അത്തരം സംശയം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കുട്ടികൾ എല്ലാവരും ഒരേയിടത്ത് നിന്ന് എന്ത് ഭക്ഷണമാണ് കഴിച്ചത്? വിവരങ്ങൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പ്രവിത, ഞാനിപ്പോൾ നിൽക്കുന്നത് കൈനാട്ടി ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിലാണ് 18 വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. 2 കുട്ടികൾ ICUവിലാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, എല്ലാവർക്കും ഒരു പൊതുവായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചത്. വയറിളക്കം, ഛർദി, അതോടൊപ്പം പനി. ഇതൊരു പൊതുവായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ഈ കുട്ടികൾക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷ്യവിഷബാധയാണ് എന്നുള്ള സംശയമാണുള്ളത്. സ്കൂളിൽ 1000-ലേറെ വിദ്യാർത്ഥികളുണ്ട്. പക്ഷേ ഇതിൽ 18 പേർക്ക് മാത്രമാണ് ഈ സമാനമായ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ സ്കൂളിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ സ്കൂളിൻ്റെ PTA പ്രതിനിധികൾ, ഈ രക്ഷിതാക്കൾ ഇവിടെയുണ്ട്. അവരിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്ത് ഭക്ഷണമാണ് ഇവർ കഴിച്ചിട്ടുള്ളത്? നിലവിൽ സാധാരണയിൽ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് കുട്ടികൾ കഴിച്ചിരിക്കുന്നത്. സാധാരണയിൽ അന്ന് ചോറും അതോടൊപ്പം എന്തെങ്കിലും ഒരു കറികളായിരിക്കും. അന്നത്തെ ദിവസം മുട്ടയും ചോറും മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. സാധാരണഗതിയിൽ എല്ലാ ദിവസവും മാറ്റിയുള്ള മെനു ആണ് കൊടുക്കാറ്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്. ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞായറാഴ്ചയായിട്ടുണ്ട്. ഇതിനകം മറ്റ് സ്ഥലങ്ങൾ, അതുകൂടാതെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണോ എന്ന് ഉറപ്പിച്ച് പറയാനും കഴിയില്ല. കാരണം മറ്റ് സ്കൂളിലെ 2 കുട്ടികളും ഇവിടെ അതേ സമയത്ത് റിപ്പോർട്ട് ചെയ്ത് അതേ അസുഖവും അതേ ലക്ഷണവുമായിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്നതായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് സ്ഥിരീകരിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതൊരു സംശയം മാത്രമാണ്. ഈ സ്കൂളിൽ തന്നെ കുട്ടികളായതുകൊണ്ട് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ ആളുകൾ സ്കൂളുകൾ വരികയും സ്കൂളിലെ കിച്ചൺ അതുപോലെയുള്ള സ്ഥലങ്ങളെല്ലാം പരിശോധിക്കുകയും അതിൻ്റെ അവിടെ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. സാമ്പിളുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്താണെന്ന് കൃത്യമായിട്ട് നമുക്കും പറയാൻ കഴിയുകയുള്ളൂ. വെള്ളമടക്കമുള്ള സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്തിൽ നിന്നാണ് ഇത്തരം സംഭവിച്ചത് നമുക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്കിതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കുട്ടികളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 2 കുട്ടികൾ ICUവിലുണ്ട്. ബാക്കിയുള്ള കുട്ടികൾ വാർഡിലാണുള്ളത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. രാവിലെ കുറച്ച് പനി കൂടുതലുണ്ടായിരുന്നു. ഇപ്പം പനിയൊക്കെ കുറവുണ്ടെന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത്. സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ ഫുഡ് കഴിച്ചിട്ടായിരുന്നെങ്കിൽ എൻ്റെ 2 മക്കളും ഇതേ സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അവർ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിച്ച ആൾക്കാരാണ്. അവർക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിലും അന്വേഷിച്ചു. ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത്. അവിടെ അവർക്കൊന്നും പ്രശ്നങ്ങളില്ല, ഉണ്ടായിട്ടില്ല. ഒന്നും പറയാൻ പറ്റില്ല. അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട വെള്ളത്തിൻ്റെ സാമ്പിളുകൾ, ഭക്ഷണത്തിൻ്റെ സാമ്പിളുകൾ, അടുക്കള ഉൾപ്പെടെ പരിശോധിച്ചു. അത്തരത്തിൽ സാമ്പിളുകളെല്ലാം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫലം വന്നാൽ മാത്രമേ ഇത് ഭക്ഷ്യ വിഷബാധ തന്നെയാണോ ഇതിൻ്റെ കാരണം എന്നുള്ളത് വ്യക്തമാകുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിൽ 18 പേർക്ക് മാത്രമാണ് ഈ പ്രശ്നം നേരിട്ടിരിക്കുന്നത്. അതിൽ എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഈ പരിശോധനാ റിസൾട്ട് വന്നാൽ മാത്രമേ പുറത്ത് അത് വ്യക്തമാവുകയുള്ളൂ. ഇവരൊക്കെ തന്നെ ഈ രക്ഷിതാക്കളുടെ പ്രതിനിധികളാണ്. അവർ പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. പ്രവിത. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്നും ഭക്ഷ്യവിഷബാധ എന്ന സംശയമാണ് ഇപ്പോൾ. എന്തായാലും സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്.